വിശുദ്ധരുടെ മാധ്യസ്ഥവും നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ക്രിസ്തുനാഥൻ ജെറൂസലേമിലേക്ക് ആനയിക്കപ്പെടുന്നതിന്റെ ഒരു രാജാവായി ആനയിക്കപ്പെടുന്നതിന്റെ ഓർമ്മയാണ് തിരുസഭ ആഘോഷിക്കുന്നത്. ക്രിസ്തു ഒരു കഴുതപ്പുറത്താണ് കയറിപ്പോയത്. കഴുത സമാധാനത്തിന്റെ നാഥനായി, സമാധാനത്തിന്റെ ദൂതനായി. നമുക്കും അതുപോലെ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരായി നാം ആയിരിക്കുന്നിടത്തൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ സമാധാനം പകർന്നു കൊടുക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് ഈ ദ്വീപിലർക്ക് ചുമന്നു. പരിശുദ്ധമായ ദ്വീപിലർക്കുന്നതിന് മുമ്പായി നാം ചെയ്തുപോയ കുറ്റങ്ങളോ മനസ്തപിച്ച് സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തോട് മാപ്പിയാക്കി. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യനാമത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രന്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യാശയാൽ ഞങ്ങൾക്കിടയാക്കണമേ. അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ കർത്താവേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രന്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യാശയാൽ ഞങ്ങളെ ഇടയാക്കിയാലും അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യവെക്കുന്നിടത്തേക്ക് എത്തിച്ചേരുവാനും ഇടയാക്കി. ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു. കർത്താവ് നിങ്ങളോടെ സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ദൈവത്തെ സമാധാനം സഭയിലെ മാതാവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ വഴി വിശ്വസിച്ച് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത്